വെൽക്കം ടു അങ്കിൾസ് കിച്ചൺ ഫോർ യുവർ ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽത്ത്. ഇന്ന് നമുക്ക് വളരെ ഗുണമുള്ള മുരിങ്ങയില ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാം. വിത്തൗട്ട് വാട്ടറാണ്. ഇവിടെ വിൻ്ററാണേ, വെളിച്ചെണ്ണ എല്ലാം കല്ലുപോലെ ഉറഞ്ഞിരിക്കുക. അതുകൊണ്ട് ചൂടാക്കാൻ വേണ്ടി സ്റ്റീൽ പാത്രത്തിനകത്ത് എടുത്ത് വെച്ചിരിക്കുക. ഇത് പ്ലാസ്റ്റിക്, ഇത് നല്ല പുതിയുടെ മദ്രാസിൽ നിന്ന് വരുന്ന പ്യുവർ ചക്കിലാട്ടിയ വെളിച്ചെണ്ണയാണ്. ചക്കിലാട്ടിയ പ്യുവർ. അതിനകത്തൊന്ന് ഈ സ്റ്റീൽ പാത്രത്തിൽ കുറേശ്ശെ എടുത്ത് വെച്ചിട്ട് പിന്നെ ഇങ്ങനെ സ്പൂൺ വെച്ച് കുറേശ്ശെ എടുത്തിടും. അല്ലാതെ ഒരു മാർഗ്ഗമില്ല. സമ്മറിൽ കുഴപ്പമില്ല. നല്ല വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാം ചിക്കൻ റോസ്റ്റ്. മുരിങ്ങ വെളിച്ചെണ്ണ വെള്ളമില്ലാതെ വെക്കുന്നത് കൊണ്ട് ഒരു ശകലം കൂടുതൽ എണ്ണയിരുന്നു. ചൂടായ പെരിഞ്ജീരകം ആ ചൂടായ എണ്ണയിലൊന്നും ഏതറിഞ്ഞ് വെച്ചു. പക്ഷേ പെരിഞ്ജീരകം ശകലം ഇട്ടിട്ട് പിന്നെ ഗരം മസാലയൊക്കെ ശകലം ഇട്ടോ. എൻ്റെ ആണ് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇടേണ്ടത്. അപ്പോൾ ഇതെല്ലാം ഇട്ട് കറുകപ്പട്ട, ഗ്രാമ്പൂ, ഏലയ്ക്ക, ജാതിപത്രി ശകലം എല്ലാം കൂടി ഇട്ടു. ചൂടായി വരുമ്പോൾ തേപ്പത്ത 2-3 തുറന്നോ. വെളുത്തുള്ളി ചതച്ച് വെച്ചത് മൂട്ടിടുക. ഈ ചിക്കൻ റോസ്റ്റ് ഒരു തുള്ളി വെള്ളം ഒഴിക്കാതാണ്. ഒരു തുള്ളി വെള്ളം ഒഴിക്കാതെ മുരിങ്ങ ലീവ്സിലെടുക്കാം. മുരിങ്ങ ലീവ്സ് ചിക്കൻ റോസ്റ്റ്. വെളുത്തുള്ളിയുടെ പച്ചപ്പൊന്ന് മാറി വരുമ്പോൾ വെച്ചു ഇഞ്ചി ചതച്ച് വെച്ചതും കൂടെ ഇടുക. എല്ലാവരും ഇഞ്ചിയൊക്കെ മൂത്ത് കഴിയുമ്പോൾ ഉള്ളിയാണ് ഇടുന്നത്. ഉള്ളി ചിക്കൻ തന്നെ ഇതിനകത്ത് കിടന്ന് ഈ മസാലയുടെ ഇതെല്ലാം കൂടെ ചിക്കനിലൊന്ന് പിടിക്കണം. അതിൻ്റെ ആദ്യം ഉള്ളി ഇട്ടുള്ള പരിപാടി നല്ലായിരുന്നു. ഇനിയിപ്പോഴൊക്കെ പിന്നെ ഇട്ടാൽ മതി. മഞ്ഞളിപ്പോൾ ഇടാം. മഞ്ഞൾ അങ്ങോട്ട് ഇടുക. ഓക്കെ. ഇനി മരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തുവാ? ഉപ്പും മുളകും ഗരം മസാലയും എല്ലാം കൂടെ നാരങ്ങ നീരൊക്കെ ഒന്ന് പുരട്ടി ചിക്കൻ കഴുകി അതിൻ്റെ വെള്ളമെല്ലാം മാറുന്നു കഴിഞ്ഞ് ഇത് ചെയ്താൽ മതി. ഇപ്പം ലാസ്റ്റ് ചേർത്തക്കൊള്ളാം. മെരിനേറ്റ് ഒരു മണിക്കൂർ മുമ്പ് വെളുത്തുള്ളി ഇഞ്ചി പറ്റിയാൽ മതി. എന്നിട്ട് ഇതിനകത്തോട്ട് ചിക്കൻ അങ്ങോട്ട് ഇടുക. ആദ്യം തന്നെ ഉള്ളിയൊക്കെ പിന്നിടാം. ഇതൊന്ന് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി ഒരു സെമി ഫ്രൈ ആകുമ്പോൾ ഉള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ ആ ഇഞ്ചിയിലും ഗരം മസാലയിലും മാരിനേറ്റ് ചെയ്ത് ഇതാവുന്ന
കറിവേപ്പില അങ്ങോട്ട് കിടന്നോട്ടെ. ഇതിൻ്റെ തുറന്ന് ഒക്കേഷനിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇതിൻ്റെ വെള്ളം വറ്റിയതിന് ശേഷം ഉള്ളി ഇട്ടിട്ട് ഇളക്കി വെച്ച് പിന്നെ ഉള്ളിയിൽ കിടന്ന് വേകണം. ചിക്കന് ഒരു 100 ഗ്രാം മുരിങ്ങയില കുതിർത്തെടുത്തിട്ട് ചെറുതായിട്ട് തോരൻ അരിയുന്ന പോലെ എന്നിട്ട് എണ്ണ വറ്റി വരുന്ന എണ്ണയിൽ കിടക്കുന്ന ചിക്കനകത്തോട്ട് ഈ മുരിങ്ങയില അങ്ങ് കൊള്ളുക. അതെ 100 ഗ്രാം മതി. ഈ ചിക്കനകത്തോട്ട് ഈ മുരിങ്ങയില അങ്ങോട്ടിട്ട് ഇടുക. ഉള്ളി ഒന്നും എപ്പോഴും ഇടണ്ട. ഉള്ളിയൊക്കെ ഇത് കഴിഞ്ഞ് മുരിങ്ങയിലൊക്കെ ആ ചിക്കനിലോട്ടൊന്ന് പിടിക്കട്ടെ. ഈ പാത്രത്തിൽ കിടന്ന് ചിക്കൻ്റെ കണ്ട് ആ വെള്ളം വെച്ചിട്ട് അതിൽ ഒരു സെമി ഫ്രൈ നിറം വരും കഷ്ണങ്ങൾക്കൊക്കെ. ഏകദേശം ഏതെങ്കിലുമൊക്കെ കഷ്ണത്തിന് വന്നാൽ മതി, എല്ലാത്തിനും വരണ്ട. ആ ചിക്കൻ്റെ വെള്ളമായി അങ്ങ് വെക്കണം. വെറും പിന്നെ ഈ ബ്രോയിലർ ചിക്കനൊക്കെ സാധാ കറി വെച്ച് കഴിഞ്ഞാൽ പേപ്പർ കൊടുത്ത് തിന്നുന്ന പോലെ ഇരിക്കും. പക്ഷേ ഇതിന് നല്ല ടേസ്റ്റായിരിക്കും. എങ്ങനെ മസാലയൊക്കെ അങ്ങോട്ട് പിടിക്കട്ടെ. മുരിങ്ങയിലയുടെ മുരിങ്ങ ലീവ്സിൻ്റെ ഗുണം അറിയാമല്ലോ. ഏതൊക്കെ ഫുഡിനകത്ത് നിങ്ങൾക്ക് ചേർക്കാവോ മുരിങ്ങ ലീഫ് ചേർത്തോണം. അല്പം ഒരുപാട് ഗുണങ്ങളുണ്ട്. പിന്നെ ഈ ജീവിതശൈലി രോഗങ്ങൾക്കെല്ലാം ഏറ്റവും നല്ലതാണ്. ഷുഗറുകാർക്കും പ്രഷർ കുറച്ച് കുറയുന്നതിനും തൈറോയിഡ്, വെരിക്കോസ് വെയിൻ, ഇതെല്ലാം അതായത് ജീവിതശൈലി ഇട്ട് അതിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്കൊരു പരിപാടിയുണ്ട്, മസാല പരിപാടിയുണ്ട്. ഈ മല്ലി എടുത്തിട്ട് ആവശ്യത്തിനുള്ള മല്ലി ഇടുക. ഇത് 1.5 കിലോ ചിക്കനുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള മല്ലി ആ ചിക്കൻ അങ്ങോട്ട് ഒരു കോണിലോട്ട് മാറ്റി വെച്ചിട്ട് പാത്രത്തിലിടണം. അതിൻ്റെ മല്ലിയൊന്നും മൂക്കത്തില്ല, മല്ലിയൊന്ന് റോസ്റ്റ് ആകണം. പിന്നെ മഞ്ഞൾ നേരത്തെ ഇട്ടിട്ടുള്ളതാണ്. ഗരം മസാല പൊടിച്ചു വെച്ചിട്ടുള്ളത് നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയ ഗരം മസാല. ഗരം മസാല 1 ടീസ്പൂണ് ഇടും. കുറഞ്ഞിരിക്കുന്നതുകൊണ്ടും വെളിച്ചെണ്ണയൊന്നും ഒഴിക്കാൻ ഒക്കത്തില്ല, എന്നാലും ശകലം മതി. ശകലം എത്തിയിട്ടുണ്ട്. എന്നിട്ട് ആ മല്ലിപ്പൊടി ഒന്ന് റോസ്റ്റ് ചെയ്യും ചെറുതായിട്ട് ആ പാത്രത്തിൻ്റെ കോണിലിട്ടിങ്ങനെ. അത് കഴിഞ്ഞാൽ റെഡിയായി. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉള്ളി ഇടാം. മല്ലിയുടെ ഒരു മണം വരും, മൂത്ത മണം വരും. നല്ല കണ്ടോ ഇങ്ങനെ വലിയൊരു മൂത്ത മണം വരുമ്പോൾ ഇങ്ങനെ എല്ലാം കൂടെ ചേർക്കുക. മുളക് പൊടി ചേർക്കേണ്ടവർക്ക് മുളക് പൊടി ചേർക്കാം. ഞാൻ നേരത്തെ മുളക് പൊടി ചേർത്തിട്ടുണ്ട് ചിക്കന്. ഒരുപാട് മുളക് ചേർക്കുന്നില്ല. ഒരു ശകലം കുരുമുളക് പൊടി ചേർത്തേക്കാം. കാശ്മീരി ചില്ലിയൊക്കെ നിങ്ങൾക്ക് ചേർക്കേണ്ടവർക്ക് ചേർക്കാം. ശകലം കാശ്മീരി ചില്ലി വെളുത്തത്. ഇനി അങ്ങോട്ട് ഇളക്കി ഇച്ചിട്ട് ഒരു 2 മിനിറ്റ് അടച്ചു വെക്കണം. എന്നിട്ട് പിന്നെ ഉള്ളി ചേർക്കണം. മസാലയെല്ലാം കൂടെ റെഡിയായി. 1.5 കിലോ ചിക്കൻ ഒരു 400 ഗ്രാം ഉള്ളി വേണം. ഉള്ളി ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഈ ഉള്ളി നീരെല്ലാം ചിക്കനിലും അങ്ങോട്ട് പിടിക്കും. നല്ലവണ്ണം ഇളക്കും. നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച മീഡിയം ഫ്ലെയിമിൽ അവിടെ ഇരിക്കട്ടെ. ഉള്ളിയുടെ നീരൊക്കെ ഇറങ്ങും. അത് കഴിഞ്ഞിട്ട് നമുക്ക് തക്കാളി ഇടണം. തക്കാളി ഇട്ട് ഉപ്പിടാം. ഉള്ളിക്കും ചിക്കനും എല്ലാം. ചിക്കൻ നേരത്തെ മെറിനേറ്റ് ചെയ്യുമ്പോൾ ഉപ്പിട്ടതാണ്, അതുകൊണ്ടാണ് ഉപ്പ് ദൂരെ ഇടാൻ. പാകത്തിന് നിങ്ങൾ ഉപ്പിട്ട് വെക്കുക നിങ്ങളുടെ ഇഷ്ടത്തിന്. ഞാനിപ്പോൾ ഉള്ളിയും ചേർത്ത് ഇപ്പോൾ ഉപ്പിട്ടെന്നേ ഉള്ളൂ. മെറിനേറ്റ് ചെയ്തപ്പോൾ എല്ലാം ഉപ്പൊക്കെ ചേർത്തതാണ്. അടച്ചു വെക്കാം. അതിരിക്കട്ടെ.
ഇത് ചെയ്യുക. ഇപ്പോൾ ചിക്കൻ അവിടെ കിടക്കുക. ഞാനാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ വ്യായാമം ചെയ്യും 10 മിനിറ്റ്. ഇത് ചെയ്യുക നിങ്ങൾ, വളരെ നല്ലതാണ്. ഈ വയറൊക്കെ കുറയും. ഇത് ഒരു 25 പ്രാവശ്യം ചെയ്യുക. നിങ്ങളുടെ ബോഡിക്ക് വഴക്കം ഉണ്ടാകുന്ന രീതിയിൽ ഏത് മൂവ്മെൻറ്റും ശരീരം കൊണ്ട് ചെയ്യാം. അല്ലാതെ ഞങ്ങളൊക്കെ കാണിക്കുന്നത് പോലെ മാത്രം ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ശരീരത്തിനൊരു സുഖം തോന്നുന്ന ഏത് മൂവ്മെൻറ്റും കാലും കൈയും വലിച്ച് സ്ട്രെയിൻ ചെയ്യാതിരുന്നാൽ മതി. സ്ട്രെയിൻ ചെയ്യാതെ ഏത് മൂവ്മെൻറ്റും ബോഡി കൊണ്ട് ചെയ്യും. ആ എക്സസൈസ് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാം. ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, പിന്നെ ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, പിന്നെ ഇങ്ങനെ ചെയ്യാം. വിങ് മസിലിൻ്റെ നല്ലതാണ് ചെറുപ്പക്കാർക്ക്. ഇങ്ങനെ ഒരു 50 പ്രാവശ്യമൊക്കെ ചെയ്യാമെങ്കിൽ വിങ് മസിൽ നല്ലപോലെ വരും. ഷോൾഡർ ഇതൊക്കെ കസൂരി മിർച്ചി ഗുരുവായൂരുടെ ഇല ഉണക്കി വരുന്നതാണ് കസൂരി മിർച്ചി എന്ന് പറയുന്നത്. ഇതിൻ്റെ അടപ്പിൻ്റെ പുറത്തോട്ട് ഇട്ടു. അത് ചൂടാകുമ്പോഴേ പൊടിയെത്തുള്ളൂ, അല്ലെങ്കിൽ പൊടിയില്ല. തണുത്തിരിക്കുകയില്ല, ഇവിടെ തണുപ്പാണ്. തണുപ്പല്ലെങ്കിൽ ഇത് നല്ല ഫ്ലേവറാണ് ഇതിന്, ഈ കസൂരി മിർച്ചിക്ക്. ഇങ്ങനെ പൊടിയാക്കിയിട്ട് ഈ അടപ്പിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് ഇടുക. അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കുക. നമ്മുടെ ചിക്കൻ ഈ ഗ്രേവി പോരാ, വെള്ളമില്ലാതെ വെച്ചിട്ട് ഈ ഗ്രേവിയൊക്കെ വന്നല്ലോ. ടൊമാറ്റോയുടെയും ഓണിയൻ്റെയും എല്ലാം കൂടെ. ചിക്കൻ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം നമുക്ക്. ചിക്കൻ വെന്തിട്ടുണ്ടോ എന്ന് നോക്കി. അതെ, വെന്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി ഉപ്പുണ്ടോ നോക്കാം. ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കാം. ഒഴിവാട്ടെ. മുരിങ്ങയില 100 ഗ്രാം മതി. കൂടുതലായ ചെറിയ മുരിങ്ങയിലയുടെ ആ ഒരു ടേസ്റ്റ് എടുത്ത് കാണിക്കുക. ഓക്കെ, എന്നിട്ട് അത്രയും മതി, ആവശ്യമുള്ളൂ. എന്നിട്ട് മല്ലിയില അരിഞ്ഞു വെച്ച്, മല്ലിയില വിതറി ഓഫ് ചെയ്തേക്കാം. മല്ലിയില വിതറി കിടക്കട്ടെ. അത്രേ ഉള്ളൂ. അടച്ച് വെച്ചേക്കാം. ഓക്കെ.